ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പെരുന്നാളിന് നമ്മളിപ്പോൾ മധൂത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാക്കണ മധൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ അരിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഗോൾഡൻ കളർ അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പുതിർത്താൻ വെക്കാം അരമണിക്കൂർ. അപ്പോൾ അതാക്കണം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടിച്ചെടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്തതിൻ്റെ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളകൊക്കെ 1.25 സ്പൂണാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു 8 ഏലക്കായ ഉണ്ട്, ഒരു 6-7 കറാമ്പൂവുണ്ട്, ഒരു 3-4 പട്ടുണ്ട്, പിന്നെ പട്ടൻ്റെ ഒരു ഇലയുണ്ട്, 6 കാശ്മീരി മുളകുണ്ട് കേട്ടോ. സാധാ മുളക് വേണമെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വറുത്തെടുക്കണം എന്നില്ല കേട്ടോ, കരിയാതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ചെരിഞ്ഞ് വെക്കുകയാണ്, അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അതാ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 10 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ടൊന്നുമില്ല, മുഴുവനും തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാക്കണം ഇതിലേക്ക് വേണ്ടിയിട്ട് 4 തക്കാളി, ഒരു വെല്ലുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് അത് മിക്സിനെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് നല്ലോണം അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിൻ്റെ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കനും 1 കിലോ അരിയുമാണ് കേട്ടോ എടുത്തത്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, കറാമ്പൂവ്, പിന്നെ ഏലക്കായും ഒക്കെ ഇട്ടുങ്ങാനൊന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കോ, പച്ചമുളകും കൂടി ഇട്ടുങ്ങാനും നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി, വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കിങ്ങാനി വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, ആ പൊടികൾ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണ് പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 മേഗി കട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മേഗി കട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മേഗി കട്ട ഇട്ടതായതിനെ കൊണ്ട് നോക്കിയിട്ട് ഉപ്പിടണം കേട്ടോ, ചിലത് ഉപ്പ് കൂടി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടിച്ച് വെച്ച് ഞാനൊരു പകുതി വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പകുതി വേവ് ആയിട്ട് വേണം അരി ഇടാനും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ആ വറുത്തെടുക്കുന്ന സമയത്ത് മല്ലിയും കൂടി ഇട്ടെങ്ങാൻ വറുത്തെടുത്താൽ മതി. അപ്പോൾ മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഹാഫ് വേവാവട്ടെ. അതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നല്ലോണം തളിച്ചിങ്ങനെ ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാക്കണ അരമണിക്കൂർ പുതിർത്തിയതിന് ശേഷം ഞാൻ ഊറ്റി വെച്ച അരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അത് നല്ലോണം തളിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ തളിച്ച വെള്ളം നല്ലോണം ചൂടായ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. അതിലേക്കൊരു ഉണക്ക നാരങ്ങയും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം തളിച്ച വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അരിൻ്റെ മട്ടം പോലെ നിൽക്കും കേട്ടോ. ചില അരി പിന്നെ വേവില്ലാത്തതും ഒരുപാട് പുതിർത്തിക്കണമെങ്കിലൊക്കെ ആ വെള്ളം 2 പാത്രം വേണ്ടി വരില്ല കേട്ടോ, 1.5 പാത്രം മതിയാവും. അപ്പോൾ ചില ഓരോ അരിൻ്റെ ഇതുപോലെ നിൽക്കും.
അപ്പോൾ ഞാൻ 2 പാത്രമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം തളിച്ചിങ്ങാനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഒന്ന് മൂടി തുറന്ന് ഒന്നിങ്ങാനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിങ്ങാനി ഒന്ന് വേവിച്ചിങ്ങാനി മേലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാക്കണം നമ്മളെ മധുഹൂത്ത് നല്ലോണം ഉഷാറായി വെന്ത് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ആവശ്യത്തിന് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനും പിന്നെ ചോറും ഒക്കെ ഉഷാറായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടാനൊന്നും നിൽക്കണില്ല കേട്ടോ. മധുഹൂത്ത് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ആയിട്ട് കൊട്ടലല്ലേ ഓരോ പാത്രത്തിലേക്ക്. അപ്പോൾ അങ്ങനെ കൊട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ കൂടി നിലത്തുണ്ടാവും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കണ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കട്ടെ. അപ്പോൾ അതാക്കണം നമ്മളെ നല്ല ടേസ്റ്റോട് കൂടിയ നല്ലൊരു അടിപൊളി മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.